ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PSC അടിമുടി മാറിയിരിക്കുകയാണ്. അതായത് റീസെന്റ് ട്രെൻഡ് അനുസരിച്ച് PSC പരീക്ഷ ഏതാണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികൾ നടത്തുന്ന എക്സാമിനേഷന് സമാനമായ രീതിയിലേക്ക് ഒരു വലിയ ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് നടത്തിയിരിക്കുകയാണ്. അതായത് എല്ലാ വർഷവും പരീക്ഷകൾ നടത്തുന്നതിന് സമാനമായിട്ട് തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് PSC അവരുടെ റാങ്ക് ലിസ്റ്റുകൾ കൊണ്ടുപോവുകയും 3 വർഷം വാലിഡിറ്റി കൊടുത്തുകൊണ്ട് തന്നെ അവർ അത് പാലിച്ചു പോവുകയും ചെയ്യുന്നു. അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലങ്ങളിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പോസ്റ്റിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അത് ഏത് ജനറൽ എക്സാമിനേഷൻ ആയിട്ടുള്ള BSc BA പോലുള്ള ഡിഗ്രി ആണെങ്കിലും ഇനി ടെക്നിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള BTech അല്ലെങ്കിൽ MBBS ഇങ്ങനെയൊക്കെയുള്ള യോഗ്യതകൾ പാസ് ഔട്ട് ആവുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ ജീവിത കാലഘട്ടത്തിൽ ചിലപ്പം 1-2 PSC പരീക്ഷകൾ മാത്രമാണ് അവർക്ക് എഴുതാൻ പറ്റിയിരുന്നത്. കാരണം ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രൊസീജിയർ അത്രമാത്രം നീണ്ടുപോയി. എന്നാൽ ആ കാലഘട്ടം മാറി ഏതാണ്ട് 2005-2010 കാലഘട്ടം ആകുമ്പോഴേക്കും ഇതിൻ്റെ പ്രവണത കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, കാരണം ഡിജിറ്റലൈസേഷൻ അതായത് കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി ഇതിൻ്റെ കാലക്രമം കുറച്ചും കൂടി കുറയുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഈ അടുത്ത സമയങ്ങളിലെത്തിയപ്പോൾ, അതായത് ഒരു 5 വർഷത്തിന് മുമ്പ് തന്നെ കേരള PSC എല്ലാം സിസ്റ്റമാറ്റിക് ആവുകയും ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി മിനിമൽ പീരീഡ് ഓഫ് ടൈം ആക്കുകയും ആ ഒരു പീരീഡിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് പിറ്റേന്ന് തന്നെ, അതായത് എന്നാണോ റാങ്ക് ലിസ്റ്റിന്റെ അവസാന തീയതി അതിന്റെ പിറ്റേന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിയിൽ എക്സാമിനേഷനുകളെ പ്ലാൻ ചെയ്യുവാനും ഓൾറെഡി PSC തീരുമാനമെടുത്തിരുന്നു. ഇതിനുള്ള പ്രവണതകളും ഇതിനുള്ള ശ്രമങ്ങളും PSCയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി നടന്നിരുന്നു എന്നുള്ളൊരു പരമാർത്ഥമാണ്. അതിന്റെ റിസൾട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുമ്പോൾ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിൽ PSC എക്സാമുകളെ മുഴുവൻ പബ്ലിഷ് ചെയ്യുന്നു. മാത്രവുമല്ല ഏതാണ്ട് എക്സാം കലണ്ടറുകൾ ഏറെക്കുറെ കൃത്യമായിട്ട് PSC പാലിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ധാരാളം അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ ചില വെല്ലുവിളികളും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടതായി വരും. അതായത് ആദ്യകാലങ്ങളിൽ നമുക്ക് പഠിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിച്ചു തുടങ്ങിയാൽ ഒരു 6 മാസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർത്ത് എക്സാമിനേഷനെ ഫേസ് ചെയ്യാം എന്നൊരു പ്രവണതയായിരുന്നു കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് വരെ, അതായത് ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പ് വരെയുള്ള പ്രവണത അതായിരുന്നു. എന്നാൽ ഈ അടുത്തിടെയായിട്ട് വരുന്ന പരീക്ഷകളുടെ രീതി മാറിയിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ വരികയും നോട്ടിഫിക്കേഷന് ശേഷം കൺഫർമേഷൻ കൊടുത്ത് എക്സാമിനുള്ള ഡേറ്റ് 6 എന്നുള്ളത് 4 മാസം ഒക്കെ ആയിട്ട് ചുരുങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരു ചുരുക്കം വരുന്നത് ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ഒരു ശരിയായ ദിശയിൽ നേരത്തെ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ കേരള PSC എക്സാമിനേഷനിൽ നമുക്കൊരു നല്ല റാങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടറാണ്. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങൾ ഒരു എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നു. ഉദാഹരണത്തിന് KSEBയുടെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു സബ് എഞ്ചിനീയർ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഓൾറെഡി പകുതിയായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതാം. ഈ എക്സാം എഴുതുമ്പോൾ തന്നെ ഓരോരോ റാങ്ക് ലിസ്റ്റുകൾ തീരുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്ന് 1.5 വർഷത്തിനകം തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ഫോർ എക്സാമ്പിൾ സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരികയും അതിൻ്റെ എക്സാമിനേഷൻ എഴുതാനും പറ്റും. അതായത് നിങ്ങൾക്ക് നിരന്തരമായിട്ട് PSC പരീക്ഷകൾ എഴുതുവാനുള്ള അവസരം ലഭിക്കുകയാണ്. ഇങ്ങനെ ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിരവധി എക്സാമിനേഷനുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും പറ്റും. അതിൽ എപ്പോഴും NJDകളുടെ എണ്ണം കൂടുകയും അതുവഴി നിങ്ങൾക്ക് നിയമനം കിട്ടുകയും ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പഠിക്കുന്നതിന് നിങ്ങൾക്ക് വളരെ വലിയൊരു റിട്ടേൺ കിട്ടും എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ ഡേറ്റകൾ വെച്ചൊന്ന് അതിനെ നമുക്ക് അനാലിസിസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ KSEB സബ് എഞ്ചിനീയറിന് പഠിച്ചു തുടങ്ങേണ്ടുന്ന ഒരു റൈറ്റ് ടൈമാണിത്. നമുക്ക് അതിന് ഉപോത്ബലകമാകുന്ന കുറച്ച് ഡേറ്റാസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷനാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ എക്സാമുകളും നമ്മൾ നേരത്തേക്ക് ഉണ്ടായിരുന്ന ഗ്യാപ്പുകൾ 6 വർഷം 7 വർഷമൊക്കെ ആയിരുന്നു ഓരോ പോസ്റ്റുകളും വിളിക്കുവാനുണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്തിടെയായിട്ട് വന്ന ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ ഉടൻ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരിക എന്ന രീതിയിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 14-ാം തീയതി ഇതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ
ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ, അതായത് ഇതിൻ്റെ അവസാനമായിട്ട് ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കേണ്ടുന്ന ഡേറ്റ് PSC തീരുമാനിച്ചിരിക്കുന്നത് 3/8/2026 3/8/2026. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന തീയതി നോക്കൂ, അതായത് 17/6/2025 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് തീരേണ്ടുന്ന തീയതി 3 മാസമാണ്. ഏതാണ്ട് തീരുന്നതിന് എത്ര നാൾ മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് നോക്കുക. ഈ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് മാത്രമല്ല, 17/6/2025 നോട്ടിഫിക്കേഷൻ വന്നൊരു എക്സാമിനേഷൻ നടന്നിരിക്കുന്നത് 14/11/2025. അതായത് നമുക്ക് എത്ര ദിവസം കിട്ടിയെന്ന് നോക്ക്, കൃത്യമായിട്ട് എത്ര നാൾ നമുക്ക് ബാക്കി കിട്ടി. ഒരു 6 മാസം തികച്ചെടുക്കാനില്ല അല്ലേ? അപ്പം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസ് തീർക്കാൻ പറ്റുമോ? പാടാം. ഒരിക്കലും നമുക്ക് ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വാസ്റ്റ് എക്സാമിനേഷൻ്റെ ഒരു മത്സരത്തിൽ നല്ല ഡിഫിക്കൽട്ടി ഉള്ള ഒരു എക്സാമിനേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു ടോപ്പിക്കുകൾ തീർത്ത് പോവുക അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ കോർ ഏരിയാസ് എങ്കിലും ഏതാണ്ട് 80% നമ്മൾ തീർത്ത് വെച്ചാൽ പിന്നീടുള്ള സമയങ്ങളിൽ നമുക്ക് റിവിഷനും ഒപ്പം തന്നെ വർക്കൗട്ടും ഒക്കെ ആയിട്ട് പോയാൽ ഈ ഒരു പരീക്ഷയ്ക്കൊക്കെ നമുക്ക് നല്ല റാങ്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു പരീക്ഷയിൽ മാത്രം ഉള്ളൊരു പ്രവണതയല്ല. ഇപ്പോൾ PSC നടത്തിയിരിക്കുന്ന ഏറെക്കുറെ എല്ലാ പരീക്ഷകളിലും ഈ ഒരു പ്രവണത കാണുന്നുണ്ട്. അതിന് സയന്റിഫിക് ഓഫീസർ, കെമിക്കൽ എക്സാമിനേഴ്സ് ലാബറട്ടറി ആയാലും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ ആണെങ്കിലും ഒക്കെ ഈ പ്രവണത കാണാൻ പറ്റും. അതായത് മീറ്റർ റീഡറിന്റെ കോൺടസ്റ്റിലേക്ക് എത്തുമ്പോൾ അവിടെ 20/8/2025 ഇതിന്റെ ഡേറ്റ് തീരുകയും ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് 30/8/2025 വരികയും ചെയ്യുന്നു. ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് 29/1/2026 എന്ത് ചെയ്യുന്നു, നടക്കുകയും ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ചും ഈ ഒരു ടെക്നിക്കൽ PSC എക്സാമിനേഷനിൽ ഇതിന്റെ സാധ്യത വളരെ അനന്തമാണ്. കാരണം മറ്റ് നോൺ ടെക്നിക്കൽ എക്സാമിനേഷനുകൾ പൊതുവെ സാറ്റർഡേ ഒക്കെ വേണം PSCക്ക് എക്സാം നടത്താൻ വേണ്ടി. ഇവിടെ ആ ഒരു പ്രശ്നവും ഇല്ല. അവർക്ക് ഏത് വർക്കിംഗ് ഡേയിൽ വേണമെങ്കിലും PSCക്ക് നടത്താം. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് കുറച്ചും കൂടി ശക്തമായിട്ടായിരിക്കും ഇനി PSC മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ടെക്നിക്കൽ എക്സാമിനേഷനുകളിൽ ഈ പറയുന്ന ഈ 4 മാസം എന്നൊക്കെ ഉള്ളത് അവർക്ക് വേണമെങ്കിൽ എല്ലാം എന്ത് ചെയ്യാം, ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താവുന്നൊരു ടൈമിലേക്ക്, അതായത് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി തീരുന്നതിൻ്റെ ഒരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ എക്സാം നടത്തുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാം, PSC കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളത് ടെക്നിക്കൽ PSCയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം 1, മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. 2, വർക്കിംഗ് ഡേകൾ മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഇതൊരു മാസീവായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ളൊരു ഒബ്ജക്റ്റീവായിട്ട് മാറും. ഇതെന്ത് ചെയ്യും, നിങ്ങളുടെ പഠിക്കാനുള്ള ടൈമിനെ കുറയ്ക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവാണ്. നിങ്ങൾ കുറച്ച് നേരത്തെ ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ മതി. അതായത് നമുക്ക് ഉറപ്പുണ്ട് എക്സാമുകൾ കിട്ടും. അതായത് ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വരികയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷൻ ഏതാണ്ട് ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കോർ ഏരിയാസ് പഠിച്ചു പോയാൽ നമുക്കൊരു മാസീവായിട്ടുള്ളൊരു പ്രവണത കിട്ടും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുകളുടെ എണ്ണം പഴയ പോലെ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് മാസീവായിട്ട് PSC എന്ത് ചെയ്യുന്നില്ല, പഴയ ചോദ്യങ്ങളെ വീണ്ടും വീണ്ടും ചോദിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, മാസീവായിട്ട് അതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ ഏരിയാസ് ഒക്കെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കോർ സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കണം. അതിന് കൃത്യമായിട്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം, കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. ഒപ്പം തന്നെ എന്ത് ചെയ്യണം, വരാൻ സാധ്യതയുള്ള MCQs ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷനും കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഈ ഒരു പ്രവണതകളെ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡിനെ നമുക്ക് ഓവർകം ചെയ്യാം. അതായത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, നിങ്ങളുടെ അറിവ് അളക്കുന്നതിലുപരി നിങ്ങളുടെ എലിമിനേഷനാണ് PSC ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആ എലിമിനേഷനെ നിങ്ങൾ ഓവർകം ചെയ്യുവാനുള്ള ഒരു എബിലിറ്റിയും സ്കില്ലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് തന്നെ കരുതുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. ഇനി നമുക്ക് KSEBയുടെ സബ് എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളൊരു പോസ്റ്റാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് 600-ലധികം നിയമനങ്ങൾ നടന്നതാണ്. ഇനിയും ഇതുപോലെ തന്നെ നിയമനങ്ങൾ നടത്തുന്നതാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ടെക്നോളജി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസി ഇതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഇതിൽ കൂടുതലാവുകയുള്ളൂ. മാത്രമല്ല പവറിന്റെ റിക്വയർമെന്റ് കൂടി വരികയാണ്. KSEBയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഡിസ്ട്രിബ്യൂട്ടർ റോള് മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്താണ്, KSEB ധാരാളം എനർജി ലോക്കലൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഈ സബ് എഞ്ചിനീയറിന്റെ റോള് കൂടുന്നു, അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണം കൂട്ടേണ്ടി വരും. പരപ്പുറ സോളാർ പോലുള്ള പദ്ധതികളൊക്കെ വളരെ വ്യാപിക്കുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം വർക്ക് ലോഡ് കൂടി. അപ്പോൾ അവിടെ എല്ലാം എന്ത് വേണ്ടി വരും, ആൾക്കാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് KSEB എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അനിവാര്യതയായിട്ട് മാറുകയാണ്. ഇത് ഒരു ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഇവിടുത്തെ ഒരു പ്രൊമോഷൻ സാധ്യതയാണ്. അതായത്
ഒരു സബ് എഞ്ചിനീയറായിട്ട് കയറുന്നവർ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നല്ലൊരു പോസ്റ്റിൽ, അതായത് എഞ്ചിനീയറിന് തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതിന് ശേഷമുള്ള പ്രൊമോഷൻ കിട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ നോർമലി തന്നെ പ്രൊമോട്ട് ചെയ്തു പോകും. ഇനി അതല്ലാതെ തന്നെ ഒരു 10% കോട്ട എക്സാമിനേഷനും ഉണ്ട്. അത് ഈ അവസാനം നടന്ന കോട്ടയിൽ മുഴുവൻ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും KEC എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് ഇല്ലാതായത്. അതായത് മുഴുവൻ റാങ്ക് ലിസ്റ്റ് സമയപരിധി തീരുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം നടത്തി, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. മുഴുവൻ 80 പേരോ മറ്റോ ഉണ്ടായിരുന്നു, 80 പേരെ എടുത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ഇൻവാലിഡ് ആയി. ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അതിനുവേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തുടങ്ങണം. ഇപ്പോൾ തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, PSC ഈ റീസെന്റ് ട്രെൻഡിനൊപ്പം ഓവർകം ചെയ്ത് അത്യാവശ്യം നല്ലൊരു റാങ്കിൽ വരാൻ പറ്റുകയുള്ളൂ. അതായത് 3 വർഷം, അതായത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് 1.5 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുന്നതിലല്ല. കാരണം ഇൻ സർവീസ് പ്രൊമോഷൻ വളരെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് അഡ്വൈസ് കിട്ടുന്നവർക്കായിരിക്കും ഏറ്റവും പെട്ടെന്ന് പ്രൊമോഷനായി ഹയർ പോസ്റ്റിലേക്ക് പോകുന്നത്. ഇതിനകത്ത് 6 മാസമാണെങ്കിൽ പോലും വലിയ റോളാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്ക് അഡ്വൈസ് കിട്ടുന്ന ഒരു രീതിയിൽ നമ്മൾ പ്ലേസ്ഡ് ആവണം. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വേണ്ടത് 3 ഇയർ റെഗുലർ ബാച്ചിലൂടെ നിങ്ങൾ പാസ്സായിട്ടുള്ള ഇലക്ട്രിക്കൽ മേഖലയിൽ നിന്നുള്ള ഡിപ്ലോമയാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് BTech BE ഉണ്ടെങ്കിലും ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 41,600 മുതൽ 82,400 വരെയാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ ഇത് റൈറ്റ് ടൈമാണ്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. കൃത്യമായ സിലബസ് അവൈലബിൾ ആണ്, PSC ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡെപ്ത് റീഡ് പോയിട്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ഇനി ഇതിൻ്റെ അവസാനമായിട്ട് വന്ന കാറ്റഗറി നമ്പറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് 553/2021 എന്ന നമ്പറിലായിരുന്നു. അതിൻ്റെ DOE നിലവിൽ വന്നത് 29/11/2023 ഇത്രയും സമയമൊന്നും ഇനി PSC എടുക്കില്ല. ഈ DOE ഒന്നും വരാൻ എന്ത് ചെയ്യില്ല, ഇത്രയും സമയമൊന്നും എടുക്കില്ല. ഇനിയത്തെ DOE എന്നൊക്കെ പറഞ്ഞാൽ വിത്തിൻ മന്ത്സ് എന്ത് വരും, എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസികൾ അന്ന് 131 വേക്കൻസിക്ക് വേണ്ടിയാണ് വിളി വന്നത്. എന്നാൽ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 941 പേര് ഉൾപ്പെടുകയും അതിൽ നിന്ന് 681 പേരെ എന്ത് ചെയ്തു, ഇതുവരെ നിയമിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ 681 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 700 ക്രോസ് ചെയ്ത് പൊയ്ക്കൂടാഴുകയൊന്നുമില്ല. ഏതാണ്ട് ഈ റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴേക്ക് 700 കൂടുതൽ ആൾക്കാർക്ക് നിയമനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം മുഴുവൻ ആൾക്കാരെയും മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാരെയും ചിലപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, എടുത്തുകൊണ്ടിരിക്കും. അതാണ് KECBയുടെ ഒരു സ്റ്റാൻഡ്. ഇനി ഇതിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കൂടുകയുള്ളൂ. കാരണം നിലവിലെ KECBയുടെ വർക്ക് ലോഡും ഒപ്പം തന്നെ അവരുടെ റോളും ഒക്കെ ഭയങ്കരമായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ ഇത് കൂടി തന്നെ വരികയുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രത്തോളം ഓപ്പണിംഗ് ഉള്ള, ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉള്ള, ധാരാളം സാലറി കിട്ടുന്ന, പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റിന് വേണ്ടി അത്യാവശ്യം അറിയുന്ന എല്ലാവരും പ്രിപ്പയർ ചെയ്യും. കോമ്പറ്റീഷൻ ലെവലും നല്ല ടൈറ്റ് ആയിരിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കുക. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ KECB സബ് എഞ്ചിനീയറിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോർ ഏരിയാസ് മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നീട് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോഴേക്ക് നിങ്ങൾക്ക് പിന്നീടുള്ള റോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്സും റിവിഷൻസും മാത്രം മതിയാവും. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനും ഈ ഒരു പോസ്റ്റിലേക്ക് എത്താനും പറ്റും. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, അതായത് പ്രൊമോഷൻ എന്ന് പറയുന്നത് എപ്പോഴും PSCയിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ആദ്യം തന്നെ അഡ്വൈസ് കിട്ടാനും അതനുസരിച്ചുള്ള പ്രൊമോഷൻ നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും. അപ്പോൾ പ്രത്യേകിച്ചും ജനറൽ OBC കമ്മ്യൂണിറ്റിയൊക്കെ ഈ ഒരു ലക്ഷ്യം വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങി നല്ല റാങ്കിലെത്താൻ പോകും. എല്ലാവരും ഇതിനുവേണ്ടി എഫർട്ട് ഇടണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റാങ്ക് ലിസ്റ്റ് വന്ന് വിത്തിൻ 6 മന്ത് അഡ്വൈസ് മേടിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒരു നല്ല പ്ലേസിൽ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വളരെയധികം നിയമനങ്ങൾ നടക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിൻ്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനും താഴെയുള്ള ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.